സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തിന്റെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റെഗുലർ അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. ക്ലാസ് കാണാൻ നിങ്ങൾ പ്ലേലിസ്റ്റ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ക്ലാസ് വൈസും ലെസൺ വൈസും കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലെസന്റെ അല്ലെങ്കിൽ ക്ലാസിന്റെ പാർട്ടായിട്ട് കാണാം. Hello, welcome to my channel. So last class we were discussing about the structure of carbon compounds. In that we have just gone through that sp3, sp2, sp hybridization. Then we discussed about the sigma bonds and the pi bonds. And we calculated how many sigma bonds or how many pi bonds are present in certain hydrocarbon. That much we have done in our last class. So last class I have given 1 or 2 homework also. I told that those who have completed they can write the answers in the comment box or the next day we will be discussing. പക്ഷേ ആരും കമന്റ് ബോക്സിൽ ആൻസർ ഒന്നും ഇട്ടിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല, പഠിച്ചില്ലേന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ഡെയിലി ക്ലാസ് പഠിച്ചിരിക്കണം. ആൻസേഴ്സ് അറിയെങ്കിൽ അത് കമന്റ്സിൽ ഇട്ടിരിക്കണം. എന്നാലല്ലേ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് അത് മനസ്സിലായിരുന്നോ, നിങ്ങൾ അത് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: calculate the number of sigma bonds and pi bonds in CH3, C triple bond C, CH double bond CH2. അപ്പൊ നമുക്കിതിലെ സിഗ്മ ബോൺസും വേണം, പൈ ബോൺസും വേണം. അപ്പൊ നമ്മൾക്കിത് വേണമെങ്കിൽ അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞു, കൺഫ്യൂഷൻ ഉള്ളവർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ എഴുതി നോക്കാം. കാർബണിന്റെ കയ്യിൽ 3 ഹൈഡ്രജൻ, പിന്നെ ഒരു കാർബൺ, പിന്നെ ഈ കാർബണിന് 3 ബോണ്ട് ഉണ്ട്, പിന്നെയും ഒരു കാർബൺ, ഒരു ബോണ്ട് ഉണ്ട്, ഒരു കാർബൺ, ഈ കാർബണിന്റെ കയ്യിൽ ഒരു ഹൈഡ്രജൻ ഉണ്ട്, പിന്നെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, ഒരു കാർബൺ ഉണ്ട്, അതിന്റെ കയ്യിൽ 2 ഹൈഡ്രജൻ. ഇങ്ങനെ എഴുതിയ ഒരു കാരണവശാലും നിങ്ങൾക്ക് സിഗ്മയും പൈ ബോണ്ടും തെറ്റത്തില്ല. അപ്പൊ എപ്പോഴും ഞാൻ പറഞ്ഞു, സിംഗിൾ ബോണ്ട്സ് ആണെങ്കിൽ അവിടെ എസ് നല്ലതുണ്ട്, സിംഗിൾ ബോണ്ട് ഉണ്ട് സിഗ്മ ബോണ്ട്. ഡബിൾ ബോണ്ട് ആണെങ്കിൽ അതൊരു സിഗ്മ ബോണ്ടും ഒരു പൈ ബോണ്ടും. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ഒരു സിഗ്മ ബോണ്ട് 2 പൈ ബോണ്ട്. അതും നമ്മൾ പറഞ്ഞു, സിഗ്മ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഹെഡ് ഓൺ ഓവർലാപ്പിംഗ് ആണ്, പൈ ബോണ്ട് എന്ന് പറഞ്ഞാൽ സൈഡ് വൈസ് ഓവർലാപ്പിംഗ് ആണ്. മനസ്സിലാത്തവര് ആ ലാസ്റ്റിലെ ക്ലാസ് ഒന്ന് കണ്ടാൽ ഈസി ആയിട്ട് ഓർത്തെടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെ എത്ര സിഗ്മ ബോണ്ട് ഉണ്ട് നോക്കാം. 1 2 3 4 5 6 7 8 9 10 സിഗ്മ ബോണ്ട്സ് ഉണ്ട് അല്ലെ. സിഗ്മ ബോണ്ട് ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാം. പൈ ബോണ്ട് എങ്ങനെയായിട്ട് എത്ര എണ്ണം ഉണ്ടാവും? ട്രിപ്പിൾ ബോണ്ടിൽ 2 പൈ ബോണ്ട്, അപ്പൊ 1 2 ആൻഡ് ഡബിൾ ബോണ്ടിൽ ഒരു പൈ ബോണ്ട്. ഓൾ ടുഗെദർ പൈ എന്ന് പറയുന്നത് 3 എണ്ണമാണ് ഇതിലുള്ളത്. അതായത് 3 4 5 6 7 8 9 10 ഇങ്ങനെ എഴുതിയിട്ട് വേണ്ട, ഞങ്ങൾക്ക് എളുപ്പത്തിൽ അറിയാവുന്നവർക്ക് ഇങ്ങനെ ചെയ്താൽ മതി. 10 സിഗ്മ ബോണ്ടും ട്രിപ്പിൾ ബോണ്ട് കണ്ടാൽ തന്നെ മനസ്സിലാക്കണം, ഇതൊരു പൈ ഇതൊരു പൈ, 2 പൈ ബോണ്ട്, ഡബിൾ ബോണ്ടിൽ ഒരു സിഗ്മയും ഒരു പൈ, അങ്ങനെ ഓൾ ടുഗെദർ 3 പൈ ബോണ്ട്സ് ഉണ്ട്. ക്ലിയർ അല്ലേ? അടുത്തത് നോക്കാം, CH2. ഇനി ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ടവർക്ക് എഴുതിക്കോ. CH2 ഡബിൾ ബോണ്ട് CH, C ട്രിപ്പിൾ ബോണ്ട് C, 1 2 3. ഇനി എത്ര സിഗ്മ ബോണ്ടാ? ഒരു സിഗ്മ ഒരു സിഗ്മ ഒരു സിഗ്മ ഒരു സിഗ്മ ഒരു സിഗ്മ ഒരു സിഗ്മ ഒരു, ഓൾ ടുഗെദർ 1 2 3 4 5 6 7 8 9 10 സിഗ്മ ബോണ്ടും എത്ര പൈ ബോണ്ട്സ് ആണ്? 1 2 3 പൈ ബോണ്ട്സും. സെയിം, യെസ് സെയിം. അപ്പൊ നമ്മൾ പറഞ്ഞ കോമ്പൗണ്ട്സ് ഓൾമോസ്റ്റ് സെയിം തന്നെയല്ലേ. ഇവിടുന്ന് അത് അങ്ങോട്ട് വിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വിട്ട് എഴുതി 2 കോമ്പൗണ്ടും സെയിം തന്നെയാണ്. അപ്പം ഇതാണ് അതിന്റെ ആൻസർ. ഡൗട്ട് ഉള്ളവര് ഒന്ന് കമന്റ്സിൽ ഇട്ടോളൂ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. അപ്പൊ ഇന്ന് എന്തെടുക്കാൻ പോകുന്നത്? ഇന്ന് എടുക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആണ്. ടെക്സ്റ്റിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, പക്ഷേ ഇത് വളരെ നന്നായി പഠിക്കണം. എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഇനിയിപ്പോ എഴുതാൻ പോകുന്ന സ്ട്രക്ചറൽ ഫോമില് നമ്മൾ കോമ്പൗണ്ട്സ് ഒക്കെ എഴുതുമ്പോൾ അപ്പൊ കൺഫ്യൂസ്ഡ് ആവരുത്. കാണുമ്പോൾ വളരെ സിമ്പിൾ ആണ്, ബട്ട് അതൊന്ന് മനസ്സിലാക്കിയേക്കണം കേട്ടോ. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്ത ടോപ്പിക് ഏതാന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ റെപ്രസെന്റേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ഇതിന്റെ മുന്നേ നിങ്ങൾക്ക് ഒരു ഹെഡിങ് കാണാം, നേച്ചർ ഓഫ് പൈ ബോണ്ട്. അപ്പൊ അത് ഞാൻ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഇന്ന് എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഐസോമറിസം പറയുമ്പോൾ കുറച്ച് റൊട്ടേഷനൊക്കെ കുറിച്ച് പറയേണ്ട, അപ്പൊ പറയുമ്പോൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് അത് പറയാൻ പറ്റും. ഇപ്പൊ അതിൽ കുറച്ച് റൊട്ടേഷനൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ അത് ഇപ്പൊ എടുത്തു കഴിഞ്ഞാൽ ആ ഐസോമറിസം എടുക്കുമ്പോൾ ഫുള്ളി കൺഫ്യൂസ്ഡ് ആണ്. അപ്പൊ നമുക്ക് ഇപ്പം ആ ഒരു കണ്ടിന്യൂറ്റിക്ക് നല്ല എളുപ്പത്തിൽ പോകാൻ പറ്റുന്നത് ഈ ഒരു ടോപ്പിക്കാണ്.
സ്ട്രക്ചറൽ റെപ്രസെന്റേഷൻ ഓഫ് ഓർഗാനിക് കമ്പൗണ്ട്. ഓർഗാനിക് കോമ്പൗണ്ട്സിനെ നമുക്ക് ഡിഫറെന്റ് വേസിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഒരു കോമ്പൗണ്ട് CH3 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ ഏതാണ്? ഈഥൈൻ ആണ് അല്ലെ. ഇതിനെനിക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, അല്ല ഇതിനെനിക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഞാൻ ഇതിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും. കണ്ടോ? എങ്ങനെ വേണമെങ്കിലും എനിക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പം ഈ പല രീതിയിൽ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ ഫോർമുല മാറുന്നുണ്ടോ അല്ലെ കോമ്പൗണ്ട് മാറുന്നുണ്ടോ? ഇല്ല. CH3 എന്ന് പറയുന്ന ആള് ഈഥൈൻ ആണ്. C2H6 എഴുതിയാലും അത് ഈഥൈൻ ആണ്. ഇതിങ്ങനെ അടുപ്പിച്ച് എഴുതിയാലും കോമ്പൗണ്ട് സെയിം തന്നെയാണ്. ബട്ട് ദ വേ വി റെപ്രസെന്റ്, നമ്മൾ അത് എങ്ങനെ പേപ്പറിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഡിഫറെന്റ് വേസിലാണ്. അപ്പൊ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് കോമ്പൗണ്ട് ഒരിക്കലും മാറുന്നില്ല, കോമ്പൗണ്ടിന്റെ ഒന്നും മാറുന്നില്ല, ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും. ബട്ട് ദ വേ വി എക്സ്പ്രസ് ഇൻ എ പേപ്പർ, നമ്മൾ നമ്മുടെ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ ഫോർമുല പല രീതിയിൽ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മെയിൻലി ദ സ്ട്രക്ചർ or the structure of an organic compound is mainly represented in mainly three ways. One is complete structural formula. അതായത് ഒരു കോമ്പൗണ്ടിന്റെ പഠിക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. സ്ട്രക്ചറൽ ഫോർമുല കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ബട്ട് ഇറ്റ് ഇസ് എ ടിഡിയസ് വർക്ക്. അതൊരു കുറെ സമയം എടുക്കുന്ന ഒരു പണിയാണ് ഈ കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല എഴുതുക. പിന്നെ കണ്ടൻസ് ചെയ്യുക, ഒന്നുകൂടെ അതിനെ ചെറുതാക്കി കണ്ടൻസ്ഡ് സ്ട്രക്ചറൽ ഫോർമുല ഓരോന്നും നമ്മൾ പഠിക്കും കേട്ടോ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ബോണ്ട് ലൈൻ സ്ട്രക്ചറൽ ഫോർമുല. നമ്മൾ ആദ്യം എന്താണ് ഈ കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല എന്നുള്ളത് നോക്കാം. എന്താണ് കംപ്ലീറ്റ്? അതായത് ഒരു കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ എടുത്താൽ അതിന്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അത് റെപ്രസെന്റ് ചെയ്യുന്നതാണ് കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല. ഇപ്പൊ നമ്മൾ നേരത്തെ എഴുതിയ എക്സാമ്പിൾ ഉണ്ട്. ഞാനിപ്പം C2H6 നമുക്ക് എല്ലാവർക്കും പോലെ എന്താണ് CH3 അല്ലെ. ഇതിനെ ഞാൻ എങ്ങനെ ഹൗ ടു റെപ്രസെന്റ് ദം ഇൻ കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല. എത്ര കാർബൺ ഉണ്ട്? അതായത് C2H6 ആണ്. ഇതിന് എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ, 3 ഹൈഡ്രജൻ, 6 ഹൈഡ്രജൻ. ഒരു കാർബണിന്റെ കയ്യിൽ 3, മറ്റൊരു കാർബണിന്റെ കയ്യിൽ 3. ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എപ്പോഴും ഇതെങ്ങനെയാ മാമിന് ഇവിടെ 3 ആണ് ഇവിടെ 4 ആണ് എന്നൊക്കെ അറിയുന്നത്. അത് കുറെ ആൾക്കാരെ മനസ്സിൽ വരും. കാർബൺ ഇസ് എ ടെട്രാവാലന്റ്. കാർബൺ എന്ന് പറയുന്ന ആള് ടെട്രാവാലന്റ്. എപ്പോഴും കാർബണിന്റെ 4 ബോണ്ട് അതിന് ചുറ്റുണ്ടായിരിക്കണം. 4 ബോണ്ട്. ഇറ്റ് ക്യാൻ ബി ഡബിൾ ആയിട്ടോ ട്രിപ്പിൾ ആയിട്ടൊക്കെ കാണാം. ബട്ട് അത് എപ്പോഴും 4 ബോണ്ട് അവിടെ ഉണ്ടായിരിക്കണം. അപ്പൊ ഈ കാർബൺ നോക്കിക്കേ, ഈ കാർബൺ ഒരു കാർബൺ ആയിട്ട് ഒരു ബോണ്ട്, അതായത് 1 2 3 4 4 ബോണ്ട്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കാർബൺ ടെട്രാവാലന്റ് ആണ്, അതിന്റെ കയ്യിൽ 4 ബോണ്ട് ഉണ്ടായിരിക്കണം. ഇനി ഇവിടെ നോക്കൂ, ഇതാണ് കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല. ലെവിസ് ഡോട്ട് സ്ട്രക്ചർ ആയിരുന്നു എപ്പോഴും ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറൽ ഫോർമുല ആയിട്ട് റെപ്രസെന്റ് ചെയ്തത്. അപ്പൊ നമുക്കറിയാം ഈ ഓരോ ഡാഷ് എന്ന് പറയുന്നത് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് ബോണ്ടിങ് ആണ്. അവിടെ എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് ബോണ്ടിങ് ആണ്. സോ ദ കോവലന്റ് ബോണ്ട് between the elements are represented by a dash. കോവലന്റ് ബോണ്ട് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഷെയറിംഗ്. അതായത് ഒരാളും മറ്റേയാളും അവരുടെ രണ്ടാളെയും ബോണ്ടും കൂടി ഷെയർ ചെയ്തിട്ട് അവരൊരു ബോണ്ട് ഉണ്ടാക്കി, രണ്ടാളും ഇലക്ട്രോൺസ് ഷെയർ ചെയ്തിട്ട് അവരൊരു ബോണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ആ ബോണ്ട് നമ്മൾ കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുലയിൽ ഒരു ഡാഷ് ആയിട്ടാണ് കാണിക്കുന്നത്, ഇതൊരു വരയായിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ഇതിപ്പോ ഞാൻ ഇലക്ട്രോണിന്റെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി മാത്രം പറയാം. കാർബണിന്റെ കയ്യിൽ 4 ഇലക്ട്രോൺ ഉണ്ട്. നമുക്കറിയാലോ കാർബൺ ടെട്രാവല്ല. ഈ കാർബണിന്റെ കയ്യിലും 4 ഇലക്ട്രോൺ ഉണ്ടല്ലോ. പിന്നെ ഈ കാർബൺ ഹൈഡ്രജനുമായിട്ടാണ് ബോണ്ട് ചെയ്യുന്നത്. ഹൈഡ്രജന്റെ കയ്യിൽ ഹൈഡ്രജൻ എന്ന് പറയുന്നത് 1 ഇലക്ട്രോൺ ഉള്ള ഒരാൾ. അപ്പൊ ഹൈഡ്രജന്റെ കയ്യിൽ ഒരു ബോണ്ട് ഉണ്ട്, ഈ ഹൈഡ്രജന്റെ കയ്യിൽ ഒരു ബോണ്ട് ഉണ്ട്, ഈ ഹൈഡ്രജന്റെ കയ്യിൽ ഒരു ബോണ്ട് അല്ല ഇലക്ട്രോൺ ഉണ്ട്. ഇനി അതേപോലെ ഒരു ഹൈഡ്രജന്റെ കയ്യിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഈ ഹൈഡ്രജന്റെ കയ്യിൽ ഇലക്ട്രോൺ ഉണ്ട്, ഈ ഹൈഡ്രജന്റെ കയ്യിൽ. ഇവരെന്താ ചെയ്യുന്നത്? ഇയാൾ പറയും ഓക്കെ നമുക്ക് രണ്ടാക്കും കൂടെ ഒരു ബോണ്ട് ഫോം ചെയ്യാം. എങ്ങനെ? എന്റെ കയ്യിൽ ഇലക്ട്രോൺ നിനക്കും നിന്റെ കയ്യിൽ എനിക്കും തന്നെ. അപ്പൊ അവിടെ എന്തായി? ഈ 2 ഇലക്ട്രോൺസും കൂടെ ഒരു ബോണ്ട് ഉണ്ടാക്കി. ഈ കാർബണിന്റെയും ഈ ഹൈഡ്രജന്റെയും ഇലക്ട്രോൺസ് ഒരു ബോണ്ട് ഉണ്ടാക്കി. ഇവരൊരു ബോണ്ട് ഉണ്ടാക്കി. ഈ കാർബണിന്റെ കയ്യിൽ ഇലക്ട്രോണും ഈ കാർബണിന്റെ കയ്യിൽ ഇലക്ട്രോണും കൂടെ ഒരു ബോണ്ട് ഉണ്ടാക്കി. കണ്ടോ? ഇതാണ് നമ്മൾ ഈ വരയായിട്ട് റെപ്രസെന്റ് ചെയ്തത്. ദാറ്റ് ഈസ് ദ പെയർഡ് ഇലക്ട്രോൺ ഓർ ദി ബോണ്ടഡ് ഇലക്ട്രോൺസ്. ഇതാണ് നമ്മൾ ഇങ്ങനെ വരയായിട്ട് ഇവിടെ കാണിക്കുന്നത്. ഈ വരയുടെ അർത്ഥം എന്താ? ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ട്. ഒരു ഇലക്ട്രോൺ ഇയാളുടേതും ഒരു ഇലക്ട്രോൺ ഇയാളുടേതും.
ഒരു ഇലക്ട്രോൺ ഇയാളുടേതും ഒരു ഇലക്ട്രോൺ. ഇതാണ് ശരിക്കും വര റെപ്രസെന്റ് ചെയ്യുന്നത്. വാട്ട് ഇറ്റ് ഇസ് ഷോയിങ്? ഇറ്റ് ഇസ് ഷോയിങ് ദി ബോണ്ടിങ് ഓർ ദ ഇലക്ട്രോൺ ദാറ്റ് ദേ ആർ ഷെയർഡ്. അപ്പൊ കംപ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറയുന്നത് നമ്മൾ ഈ ഡാഷ് ലൈൻ ഇട്ട് കാണിക്കുന്നതിന്, അതായത് സി സി, ഇതാണ് കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല. ഇങ്ങനെ ചെറിയ കോമ്പൗണ്ട്സ് ഒക്കെ, അപ്പൊ മീത്തേ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എഴുതാം, ഈസി ആയിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ബോൺസും കാണിക്കുന്നതാണ് ബോണ്ട്. പക്ഷെ ഇതൊരു ഭയങ്കര പണി. അപ്പൊ ഞാൻ പറഞ്ഞുതരേ, നമുക്ക് ഏറ്റവും എളുപ്പം വേറൊരു കോമ്പൗണ്ട് ഒക്കെ കാണിച്ചു തരാം. നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും മെത്തനോൾ, CH, എത്തനോൾ, CH3CH2OH. ഇതാണ് നമ്മുടെ എത്തനോൾ. SSLCക്ക് പഠിച്ചവരുമുണ്ട്, CBSEയിലാണെങ്കിൽ ദോസ് ഹു ഹാവ് ഓൾസോ ലേൺ ദിസ് എത്തനോൾ. അപ്പൊ നമ്മൾ എങ്ങനെ ഈ എത്തനോളിന്റെ കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുലയിൽ റെപ്രസെന്റ് ചെയ്യാം? ഒരു കാർബൺ, ഈ കാർബണിന്റെ കയ്യിൽ 3 ഹൈഡ്രജൻ, 3 ഡാഷ് ഇട്ടു. ഓക്കെ, ഇനി ഒരു കാർബൺ, ഈ കാർബൺ, അതിന്റെ കയ്യിൽ 2 ഹൈഡ്രജൻ. ഇനി അവിടെ എന്താ ഉള്ളത്? ഒരു ഓക്സിജനുമുണ്ട്, ഒരു ഹൈഡ്രജനും ഉണ്ട്. ഓക്സിജൻ ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ചെയ്ത് ഓക്സിജൻ ഈ കാർബൺ. ഇതാണ് കംപ്ലീറ്റ് റെപ്രസെന്റേഷൻ ഓർ ദി കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല ഫോർ എത്തനോൾ. മനസ്സിലായോ? ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാം. ഇവിടെ ഓക്സിജൻ ആണ്. ഇത് പറഞ്ഞ കൺഫ്യൂഷൻ ആക്കില്ല, അറിയാൻ വേണ്ടി മാത്രം മതി. ടെക്സ്റ്റിൽ ആ ഒരു പോയിന്റ് ഉണ്ട്. അപ്പൊ അതെന്താ മാം പറയാനെന്ന് ചോദിക്കരുത്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്സിജന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 8 ആണ്. 8 ആണ്. ഓക്സിജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2, 2s2, 2p4. ഓക്കെ, 2p4, 4, 5, 6, 7. എത്ര ഇലക്ട്രോൺസ് ഉണ്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലില്? 6 ഇലക്ട്രോൺ. ഔട്ടർ മോസ്റ്റിലുള്ള ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് എപ്പോഴും ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യപ്പോഴും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺ ആണ്. അത് ഇറ്റ് വിൽ ഗെയിൻ ഓർ ലോസ് ഇലക്ട്രോൺ. ഓക്സിജന്റെ കയ്യിൽ 6 ഇലക്ട്രോൺ ഉണ്ട്. ഒരു ഇലക്ട്രോൺ അത് എവിടെ ബോണ്ട് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഈ കാർബണായിട്ട് ബോണ്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇതിന്റെ ഒരു ഇലക്ട്രോൺ പോയി. ഇതിന്റെ കയ്യിൽ ഒരു ഇലക്ട്രോൺ ഹൈഡ്രജനായിട്ട് ഷെയർ ചെയ്തിട്ട് പോയി. 2 ഇലക്ട്രോണെ അവിടെ എന്തായിട്ടുള്ളൂ? ബോണ്ടിങ്ങിന് പോയിട്ടുള്ളൂ. ബാക്കി എത്ര ഇലക്ട്രോൺ ബാക്കിയുണ്ട്? ഓക്സിജന്റെ കയ്യില് 4 ഇലക്ട്രോൺ ഉണ്ട് അല്ലെ? 4 ഇലക്ട്രോൺസ് ആർ റിമൈനിങ് വിത്തൗട്ട് അണ്ടർഗോയിങ് എ ബോണ്ട്. So 2 electrons have participated in bond formation and the remaining 4 electrons are not involved in bonding. ആ 4 ഇലക്ട്രോണിനെ നമ്മൾ എന്താണ് അതിനെ പറയാ? ലോൺ പെയർ. ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് നമ്മൾ ബോണ്ട് പെയർ എന്നും, ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ആൾക്കാരെ നമ്മൾ ലോൺ പെയർ എന്നും പറയും. അങ്ങനെ ഓക്സിജന്റെ കയ്യിൽ 2 പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. 2 പെയർ, അതായത് 1 പെയർ, 2 പെയർ, 2 പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്തില്ല? ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തതുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഡോട്ട് ഇട്ട് കാണിക്കാം. ഇവിടെ ഡോട്ട് ഇട്ട് കാണിക്കത്തില്ല, ഇത് ബോണ്ടിങ് ആണ്, അത് നമുക്കറിയാം, അണ്ടർസ്റ്റുഡ് ആണ്. ഇത് വേണമെങ്കിൽ കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുലയില് നമുക്ക് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ കാണിക്കാം. കാണിക്കാതെയും എഴുതിയാൽ തെറ്റില്ല. അപ്പം we can show the lone pair of electrons in the structural formula or if we don't want to show, we don't want to show that. ഇപ്പൊ മനസ്സിലായോ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പല എലിമെന്റ്സിന്റെ മുകളിൽ ഇങ്ങനെ 2 കുത്തിട്ട് വെച്ചിരിക്കുന്നത് എന്തിനാണ്? ഇറ്റ് ഷോസ് ദി ഇലക്ട്രോൺ പെയർ വിച്ച് ഇസ് നോട്ട് ഇൻവോൾവ് ഇൻ ബോണ്ട് ഫോർമേഷൻ. ഇത് സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ ഈ ഓരോ പെയർ ഓഫ് ഇലക്ട്രോൺസിനും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ഹയർ ക്ലാസ്സിൽ കെമിക്കൽ റിയാക്ഷൻസ് പഠിക്കും. ഹയർ ക്ലാസ് എന്നല്ല, നമ്മൾ ഇപ്പൊ തന്നെ ഇതിൽ കുറെ റിയാക്ഷൻസ് ഒക്കെ പറയുമ്പോൾ ഈ ലോൺ പെയർ ഇലക്ട്രോൺസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് ഒരു എലിമെന്റിന്റെ മുകളിൽ. ചിലപ്പോൾ നിങ്ങൾ നൈട്രോജന്റെ മുകളിലൊക്കെ കാണുന്ന ഡോട്ട് ഇട്ടിട്ട്, ആ ഡോട്ട് എന്താ വെറുതെ ഇടുന്ന ഡോട്ട് അല്ല, പ്രിന്റിംഗ് മിസ്റ്റേക്ക് അല്ല. ഇറ്റ് റെപ്രസെന്റ് ദ ഇലക്ട്രോൺ പെയർ വിച്ച് ഹാസ് നോട്ട് പാർട്ടിസിപ്പേറ്റഡ് ഇൻ കെമിക്കൽ റിയാക്ഷൻ. അപ്പൊ ഇതാണ് സ്ട്രക്ചറൽ റെപ്രസെന്റേഷൻ, കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എത്തനോൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ലോൺ പെയർ ഇട്ടിട്ടും കാണിക്കാം, ഇടാതെയും കാണിക്കാം. ഇനി നമുക്കൊരു ആൽക്കൈൻ എഴുതി നോക്കാം എങ്ങനെ. ഹൗ വി റെപ്രസെന്റ് CH ട്രിപ്പിൾ ബോണ്ട് CH.
ഇതിനെങ്ങനെ കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുലയിൽ കാണിക്കുക? CH, 3 ബോണ്ട് CH. ദിസ് ഇസ് ദി കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എത്തീൻ. ഇഥൈൻ ട്രിപ്പിൾ ബോണ്ട് ഉള്ളപ്പോ അയിനാണ്, ആൽക്കൈൻ കോമ്പൗണ്ട്സിലപ്പോ ഇഥൈൻ. അത് വെറുതെ കാണിച്ചത്. ഇനി വേറൊരു കോമ്പൗണ്ട് നോക്കിക്കോളൂ. CH3, CH2, CH2, C ട്രിപ്പിൾ ബോണ്ട് CH. ഇതിന് നമ്മൾ കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുലയിൽ എന്താ? ഈസി അല്ലേ? ഒരു കാർബൺ, ഈ കാർബണുമായിട്ട് 3 ഹൈഡ്രജൻ ഉണ്ട്, ഈ കാർബണിന്റെ കയ്യിൽ 2 ഹൈഡ്രജൻ ഉണ്ട്, ഈ കാർബണിന്റെ കയ്യിൽ 2 ഹൈഡ്രജൻ ഉണ്ട്, ഈ കാർബണിന്റെ കയ്യിൽ 1 ഹൈഡ്രജൻ ഉണ്ട്. ദിസ് ഇസ് ദ കംപ്ലീറ്റ് റെപ്രസെന്റേഷൻ ഓഫ് സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. ഇത് നോക്കിക്കേ, എന്തൊരു പണിയാണ് ഇത് എഴുതണമെങ്കിൽ. നമ്മൾ ഓരോ കാർബൺ എടുത്ത് ഓരോ ഡാഷ് ഇട്ട് ഇനി നിങ്ങളൊരു വലിയ കോമ്പൗണ്ടിന് എക്സ്പെക്ട് ചെയ്ത് നോക്കൂ. അപ്പൊ ഞാൻ പറഞ്ഞേ, വലിയൊരു കോമ്പൗണ്ട് ഞാൻ എഴുതാം. CH3, CH2, 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 CH. ഈ ഒരു കോമ്പൗണ്ടിനെ ഇപ്പൊ നമ്മൾ പറയുകയാണ്, നിങ്ങൾ CH വലിയൊരു കോമ്പൗണ്ട്, ഈ ഒരു കോമ്പൗണ്ടിനെ ഞാൻ പറയാം, നിങ്ങളൊന്ന് കംപ്ലീറ്റ് റെപ്രസെന്റേഷൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ എത്ര സമയം വേണം അല്ലെ? ഒരു C എഴുതി അതിന് 3 വടി കൊടുത്തു, പിന്നെ ഒരു CH2 കൊടുത്തു, Cക്ക് വടി കൊടുത്തു, നമ്മുടെ ബുക്കും കഴിയും, നമ്മൾ എഴുതി ക്ഷീണിക്കും അല്ലെ? സോ ഇറ്റ്സ് എ വെരി ടീഡിയസ് വർക്ക്. അപ്പൊ നമ്മളെ പോലെ ഇപ്പോഴും ഒരു +2 പഠിക്കുമ്പോൾ നമുക്കതൊരു വലിയ വർക്കായി തോന്നില്ല. ബട്ട് നമ്മൾ ഒരു ലാബിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് വി വിൽ ഗെറ്റ് എ ലാർജ് നമ്പർ ഓഫ് കോമ്പൗണ്ട് വിത്ത് സോ മെനി കാർബൺ ആറ്റം, അല്ലെങ്കിൽ അതിന്റെ കൂടെ കുറെ എലിമെന്റ്സ് ഉള്ള വലിയ കോമ്പൗണ്ട്സിനെ കിട്ടും. അപ്പൊ ഇത് കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുലയിൽ എഴുതുക പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ടീഡിയസ് വർക്ക് ആൻഡ് അതൊരു വലിയൊരു പണിയാണ്. സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് ദാറ്റ്, ആ ഒരു വലിയൊരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് another method of writing the structural compound or the structural formula of a compound is condensed structural formula. എന്താണ്? കണ്ടൻസ് ചെയ്യുക. നമ്മൾ അവരെ കുഞ്ഞാക്കിയിട്ട് എഴുതുക, ഇങ്ങനെ എഴുതാന്നല്ല ഉദ്ദേശിച്ചത്. വി ഹാവ് ടു റെഡ്യൂസ് ദെയർ, അവരുടെ ആ ഒരു വലിയ ബോണ്ടുകളൊന്നും കാണിക്കാതെ വി ആർ ഗോയിങ് ടു റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല. അത് എഴുതാന്ന് വെച്ചാൽ വലിയ റൂൾസ് ആയിട്ടൊന്നുമില്ല. അതായത് ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ദീസ് ബോണ്ട്സ് നമ്മൾ അതിന് പകരം അവരെ അടുപ്പിച്ചെഴുതും. ഐഡന്റിക്കൽ ആയിട്ടുള്ള എലിമെന്റ്സിനെ നമ്മൾ നമ്പേഴ്സ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും. അതെങ്ങനെയാന്ന് പറഞ്ഞുതരാം. ഇപ്പൊ ഈ ഒരു കോമ്പൗണ്ടാണ്, ഞാനിതൊക്കെ പിന്നെ എഴുതാം. CH3, CH2, CH2, CH2. ഓക്കെ, CH3 എന്നല്ല, ഇതാ. ഈ ഒരു കോമ്പൗണ്ടിനെ എനിക്ക് എന്താക്കണം? കണ്ടൻസ്ഡ് ആയിട്ട് ഈ ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ഈ ഒരു കോമ്പൗണ്ട് എഴുതണം. ഞാൻ എന്ത് ചെയ്യും? സീനെ നോക്കും. സീന്റെ കയ്യിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 1, 2, 3. CH3. ഇതിന്റെ തൊട്ടടുത്ത് വേറൊരു കാർബൺ ഉണ്ട്, അതിന്റെ കയ്യിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2. ഇതിന്റെ കയ്യിൽ എത്രയുണ്ട്? 2. ഇതിന്റെ കയ്യിൽ എത്രയുണ്ട്? ഇപ്പോഴും അത് കുറച്ചുകൂടെ വലുതാണ്. ഇത് കണ്ടൻസ്ഡ് ആയി എനിക്ക് പറയാൻ പറ്റില്ല. ഇനി ഇവിടെ ഞാൻ നോക്കും, എത്ര CH2 ഉണ്ട്? 2 CH2 ഉണ്ട്. എനിക്ക് വേണ്ടി ഇങ്ങനെ എഴുതാം. CH3, CH2 twice CH3. കണ്ടോ? ഐഡന്റിക്കൽ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഞാൻ റെപ്രസെന്റ് ചെയ്യും. ഇനി ഇതിന് ഒന്നുകൂടെ എനിക്ക് വേണം മാറ്റിയിട്ട് എഴുതാൻ. എങ്ങനെ? One, 2, 3, 4. C4, 5, 7, 8, 9, 10. C4, H10 എഴുതാം. ഇപ്പം ഇത് ആൽക്കൈൻ പോലത്തെ കോമ്പൗണ്ട്സ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ എഴുതാം. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. 1, 2, 3, 4, C4, 8, 5, 6, 7, 8, 9, 10. C4, H10 ആയിട്ട് എഴുതാം. അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? CH3, CH2 twice CH3. ഇങ്ങനെയും എഴുതാം. ഇങ്ങനെ കണ്ടാൽ എന്താ? CH3 ഉണ്ട്, CH2, CH2, CH3. ഇതെന്താണ്? നമ്മൾ കണ്ടൻസ് ചെയ്ത് കണ്ട പേപ്പറിന്റെ സ്ഥലവും കുറെ നമുക്ക് സേഫായി കിട്ടി, നമുക്ക് കാര്യം മനസ്സിലായിട്ടും എഴുതാം. ഇതേപോലത്തെ വേറെയും കോമ്പൗണ്ട്സ് ഉണ്ട്. നമ്മുടെ എത്തീനല്ല, ഇഥൈൻ, CH. ഇതിനെ നമ്മൾ ഇങ്ങനെയൊക്കെ എഴുതണം. നമുക്ക് എന്തെഴുതാം? C2H2. ഇതും സെയിം തന്നെയാണ് അല്ലെ? C2H2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം C2H2 അത് നമ്മളെ ഇഥൈൻ ആണ്. അങ്ങനെ എഴുതാം.
ഇനിയിപ്പം വേറൊരു കോമ്പൗണ്ട് ഉണ്ട്, കാണിച്ചു തരാം. ഇതൊക്കെ നമ്മൾ ബോണ്ടിങ്ങിൽ റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നാളെ രാവിലെ CH3 CH2 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 COOH. ഇതൊരു ആസിഡ് ആണ്. COOH ഫങ്ഷണൽ ഗ്രൂപ്പ് ഒരു ആസിഡാണ്. ഇത് നമ്മൾ എങ്ങനെ കണ്ടൻസ് ആക്കി എഴുതും? CH3 ഡാഷ് വേണ്ട, CH2 കുറെ CH2 ഇതുപോലെ എഴുതും. 1 2 3 4 5. അപ്പൊ CH2 5 times COOH. കണ്ടോ? ഈ ബോണ്ടിങ് പിന്നീട് എഴുതട്ടോ. കണ്ടൻസ്ഡ് ആണ്, നമ്മൾ ഈ വര കാണിക്കണമെന്നില്ല. ദിസ് ഇസ് ദി കണ്ടൻസ്ഡ് വേ ഓഫ് റൈറ്റിംഗ് ദിസ് ആസിഡ്. മനസ്സിലായ എന്താണ് കണ്ടൻസ്? കണ്ടൻസ്ഡ് മെത്തേഡ് ഓർ കണ്ടൻസ്ഡ് സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ കോമ്പൗണ്ട്. അത് എളുപ്പമാണ് അല്ലെ? നമ്മൾ ആ ബോണ്ടിങ് ഒക്കെ മാറ്റിയിട്ട് നമ്മൾ കണ്ടൻസ് ആക്കി എഴുതും. അപ്പൊ ഇത് നമുക്ക് ഈസി ആയിട്ട് തോന്നുന്നു. ബട്ട് ഇപ്പൊ ലാബിലൊക്കെ വർക്ക് ചെയ്യുന്ന കെമിസ്റ്റുകൾക്ക് ഇറ്റ്സ് ഓൾസോ tedious വർക്ക്. കാരണം നമുക്ക് ഇപ്പം ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു കോമ്പൗണ്ട്സ് നമ്മുടെ ഒരു പ്ലസ് 2 ലെവലിൽ പഠിക്കാനുള്ളൂ. പക്ഷെ നമ്മൾ ലബോറട്ടറിയിലൊക്കെ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് സിന്തസൈസ് ചെയ്യാൻ പല ടൈപ്പ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. അപ്പൊ ഇങ്ങനെ ഈ സ്ട്രക്ചറൽ ഫോർമുല എഴുതുന്നത് വലിയൊരു tedious വർക്കാണ് അവരെ സംബന്ധിച്ചിട്ട്. സോ ഇൻസ്റ്റെഡ് ഓഫ് ദം ദേ യൂസ് അനദർ വേ ഓഫ് റെപ്രസെന്റിംഗ് ദ സ്ട്രക്ചറൽ ഫോർമുല, ദാറ്റ് ഇസ് ബോണ്ട് ലൈൻ സ്ട്രക്ചറൽ ഫോർമുല. ബോണ്ടിന്റെ ലൈന് വെച്ച് മാത്രം ഒരു സ്ട്രക്ചറൽ ഫോർമുല. ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് കാണിച്ചേ. വേണ്ട, നിങ്ങൾക്ക് എന്ത് തോന്നും? നമ്മൾ പണ്ടൊക്കെ ഡ്രോയിങ് ക്ലാസ്സിൽ വരയ്ക്കുന്ന ഒരു മൗണ്ടെയിനില് നമ്മളെല്ലാവരും വരയ്ക്കും. ആദ്യം ഒരു മൗണ്ടെയിൻ, ഒരു സണ്ണ്, ഒരു കാക്ക. എനിക്കെല്ലാം നിങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്, ഞങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫസ്റ്റ് ഡ്രോയിങ് ഒരു മൗണ്ടെയിൻ. നിങ്ങൾക്കൊക്കെ ഇത് കണ്ട് ഇതല്ലേ തോന്നുന്നത്? പക്ഷേ ഇത് നിങ്ങൾ ഒരു കെമിസ്ട്രി അറിയുന്ന ഒരു കെമിസ്റ്റിന്റെ അടുത്ത് ചോദിച്ചിട്ട് ഇതിന്റെ ഫോർമുല എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയും ദിസ് ഇസ് ഹെപ്റ്റെയ്ൻ. അപ്പൊ നിങ്ങൾ ഇത് എന്ത് ഹെപ്റ്റെയിൻ, എവിടെ ഹെപ്റ്റെയിൻ? കുറെ വരയും വരച്ച് വെച്ചിട്ടുണ്ട്, ഒരു മല പോലെ കാണിച്ചിട്ട് പറയും ഹെപ്റ്റെയിൻ ആണ്. യെസ്, ദിസ് ഇസ് ഹെപ്റ്റെയിൻ. എങ്ങനെയാണ് അത് ഹെപ്റ്റെയിൻ ആയെന്ന് പറഞ്ഞു തരട്ടെ. ഇവിടെ ഒരു കാർബൺ, 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 ഇവിടെ ഒരു കാർബൺ. ഈ കാർബണും തമ്മിൽ ബോണ്ടിങ്, ഈ കാർബണും തമ്മിൽ ബോണ്ടിങ്. എപ്പോഴും കാർബണിന്റെ കയ്യിൽ 4 വാലൻസി ഉണ്ട്. അവിടെ ചുറ്റുവട്ടത്ത് ആരുമില്ല എങ്കിൽ അതിന്റെ അർത്ഥം അത് ഹൈഡ്രജനുമായിട്ടാണ് ബോണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ കാർബണുമായിട്ട് ബോണ്ട് ചെയ്തത് 2 ബോണ്ടിങ് കഴിഞ്ഞു. ഈ ബാക്കി 2 എണ്ണം ഹൈഡ്രജനായിട്ട്. ഈ കാർബൺ അതുപോലെ തന്നെ ഇവിടേക്ക് ഒരു ബോണ്ടിങ് പോയി, ഇവിടേക്ക് ഒരു ബോണ്ടിങ് പോയി. ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ. ഇവിടെ ഈ കാർബൺ ഒറ്റ ബോണ്ടിങ് ഉള്ളു. അപ്പൊ ബാക്കി 3 ബോണ്ടിങ്ങിൽ ആരാ ഉണ്ടാവുക? ഹൈഡ്രജൻ. ഇനി നോക്കി 1 2 3 4 5 6 7. ഇപ്പൊ എന്താണ്? ഹെപ്റ്റെയിൻ. കണ്ടോ? അപ്പോ ഈ കെമിസ്റ്റുകൾ എളുപ്പത്തിൽ കണ്ട അവര് വെറുതെ അവരുടെ ബുക്കൊക്കെ നോക്കി ഇങ്ങനെയൊക്കെ കാണാം. അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് ഇവ എന്തൊക്കെയോ കാണിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ തന്നെ ചെയ്യൂ. ഇതിപ്പോ നമ്മൾ കെമിസ്റ്റുകളൊന്നും വലിയ ആൾക്കാരാണെന്നൊന്നുമില്ല. We all who are learning chemistry in higher classes നമ്മളും ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ചില റിയാക്ഷൻസ് ഒക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ കാണിച്ചെന്ന് വരും. അപ്പം കൂടെ എല്ലാവരും വിചാരിക്കാം ഇതെന്തോന്ന് അവൻ എന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് എന്നൊക്കെ വിചാരിക്കണ്ട. ഇങ്ങനെയൊക്കെ കോമ്പൗണ്ട്സ് നിങ്ങൾ പഠിക്കാൻ പോവുകയാണ്. അപ്പൊ ഇതൊക്കെ എന്താ? ഇത് ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ. ബോണ്ട് ലൈനിൽ എന്താ ചെയ്തത്? നമ്മൾ ഈ കാർബൺ ബോണ്ടുകൾ ഉണ്ടല്ലോ, നമ്മൾ നമ്മുടെ ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു കോമ്പൗണ്ട് വരയ്ക്കാം. CH3 CH2 CH3. ഈ ഒരു കോമ്പൗണ്ടിന്റെ ബോണ്ട് ലൈനിൽ വരയ്ക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ ഇട്ട് അത് അൺടെസ്റ്റഡ് ആണ്. പ്രൊപ്പീൻ ആണ്. ഇവിടെ ഒരു കാർബൺ ഉണ്ട്. ഇവിടെ കാണിക്കുന്ന ഓരോ എൻഡും എന്താ? ഒരു കാർബൺ. ഈ ജോയിൻ ചെയ്തതും കാർബൺ. അപ്പൊ ഈ എൻഡിലുള്ളത് 3 ഹൈഡ്രജൻ. ഈ എൻഡിൽ എന്റെ കയ്യിൽ 3 ഹൈഡ്രജൻ. ഇവിടെ 2 ഹൈഡ്രജൻ. അപ്പോ ഇതിന്റെ കൂടെ ഹൈഡ്രജൻ മാത്രമാണെങ്കിൽ, അതായത് കാർബണിന്റെ കൂടെ ഹൈഡ്രജൻ മാത്രമാണെങ്കിൽ നമ്മളിങ്ങനെ വെറുതെ കാണിച്ചാൽ മതി. ഇനിയിപ്പൊ നിങ്ങൾ നോക്കൂ, ഇതൊരു കോമ്പൗണ്ട് CH3C ഡബിൾ ബോണ്ട് CH3. ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഇത് കണ്ടോ? ഈ കാർബണും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ കാർബണും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി 2 ബോണ്ടിങ് എങ്ങോട്ടാ? O ആയിട്ട്. അപ്പൊ അങ്ങനെയുള്ള എക്സ്ട്രാ ഹെട്രോ ആറ്റത്തിനെ നമ്മൾ
ബോണ്ടിങ് ലൈനിൽ കാണിക്കണം. ഹൈഡ്രജനും കാർബണും മാത്രമാണെങ്കിൽ നമ്മൾ ഹൈഡ്രജനും കാർബണും കാണിക്കില്ല. നമ്മൾ സിംപ്ലി ആ ബോണ്ട് ലൈൻ മാത്രമേ റെപ്രസെന്റ് ചെയ്യത്തുള്ളൂ. ഹെട്രോ ആറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് കാണിക്കും? നമ്മളവിടെ ആ ഹെട്രോ ആറ്റത്തിനെ കാണിക്കും. ഇപ്പൊ നമ്മളൊരു ആസിഡ് എഴുതുന്ന എഴുതിയത് കാണിച്ചത് CH3 CH2 CH2 COOH. ഇതെന്താണ്? ആസിഡ് ആണ് അല്ലെ. C ഡബിൾ ബോണ്ട് OH. അപ്പൊ അതിന് ഞാൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഒരു CH3 ഇവിടെയാണ്, ഒരു CH2 ഇവിടെ വന്നു, ഒരു CH2 ഇവിടെ വന്നു, ഇവിടെ C ഡബിൾ ബോണ്ട് OH. അപ്പൊ ഇതെനിക്കറിയാം. ഇവിടെ ഒരു C ഉണ്ട്, അതിന്റെ കയ്യിൽ 3 ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ ഒരു C ഉണ്ട്, അതിന്റെ കയ്യിൽ 2 ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ ഒരു C ഉണ്ട്, അതിന്റെ കയ്യിൽ 2 ഹൈഡ്രജൻ ഉണ്ട്. ആ ലാസ്റ്റിൽ കിടക്കുന്ന Cന്റെ കൂടെ O ഡബിൾ ബോണ്ട് ഓയും OH ഉണ്ട്. അപ്പൊ ഇതാണ് ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ ഓഫ് കോമ്പൗണ്ട്. അപ്പം നമുക്ക് ബോണ്ട് ലൈൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അവരുടെ ബോണ്ടിങ് മാത്രം കാണിക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കും, അതെന്താ ഇപ്പൊ ഇങ്ങനെ വളച്ചിട്ടൊക്കെ എഴുതിയത്? ഇങ്ങനെ എഴുതിയാൽ പോലെ. ഇങ്ങനെ എഴുതിയാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ഇവിടെ ഒരു കാർബൺ ഉണ്ട്. അപ്പം ഈ ഓരോ വളവും എന്താ കാണിക്കുന്നത്? ഓരോ ബെഞ്ചിനും അവിടെ എന്തുണ്ടെന്നാ കാണിക്കണത്? അവിടെ കാർബൺ ആറ്റംസ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള സ്ട്രക്ചറിൽ വരയ്ക്കുന്നത്. മനസ്സിലായോ? സോ ദ മെയിൻ 3 ways of representing the structural formula of the compound is complete structural formula, content structural formula, and bond line structural formula. Complete structural formula, we will represent each and every covalent bond with a dash or a dash which you can. And we can show either the lone pair of electrons in the structural formula, or if we don't want to show them. Then contents formula, instead of writing all these dash line, we will just reduce the formula and we will just write the number. The repeating identical group will be represented in numbers. And the last one is bond line. We will never show the elements. We simply will show the bonding bond. We simply show the bond line in the structural formula. If any heteroatom other than carbon and hydrogen is there, we will show them in that bond line. അതായത് കാർബണും ഹൈഡ്രോജനും അല്ലാത്ത ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ആ ബോണ്ടഡ് ലൈനിന്റെ മുകളിൽ കാണിക്കും. മനസ്സിലായോ? അപ്പൊ ഇതാണ് മെയിൻലി നമ്മൾ പറയുന്നത്. ഇനി ഈ ബോണ്ട് ലൈനിന്റെ ഒരു കാര്യം ഇവിടെ പറ്റി പഠിക്കും. ഇതിനാണ് നമ്മൾ പറയുന്നത് സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ടുള്ള കാർബൺ കോമ്പൗണ്ട്സ് ആണ്. ഇനി കാർബണിൽ ചില കോമ്പൗണ്ട്സ് ഉണ്ട്, ഇൻസ്റ്റെഡ് ഓഫ് ഫോമിംഗ് ദി സ്ട്രെയിറ്റ് ചെയിൻ they will form ring structures. Ring structure ഉള്ള compounds കാണിച്ചു തരാം. നിങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവും. ഇത് കണ്ടോ? ഇതിന്റെ പേരെന്താ? ഇത് റിംഗ് ആയതുകൊണ്ട് സ്ട്രെയിറ്റ് ചെയിൻ അല്ല, ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇതിന്റെ പേരാണ് സൈക്ലോമെത്തപ്രോപ്പെയ്ൻ. ഇതെന്താണ്? സൈക്ലോപ്രോപ്പെയ്ൻ. ഇവരെ നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് ഷോയിങ് ദി CH2 we will just represent them by a bond line. ഇവരെ കണ്ടോ? ബോണ്ട് ലൈനിൽ കാണിക്കും. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം ഇതൊരു ട്രയാങ്കിൾ അല്ല. ഇത് ട്രയാങ്കിൾ ആണ് ഷേപ്പ്, ബട്ട് ദിസ് ഈസ് എ കോമ്പൗണ്ട്. ഇതെന്താ? മെത്തപ്രോപ്പെയ്ൻ. എന്താണ്? ഇത് സൈക്ലോൺ എന്ന് എഴുതണം. പ്രൊപ്പെയ്ൻ എഴുതിയ ഇതാണ് പ്രൊപ്പെയ്ൻ. ഇതൊരു സൈക്കിൾ ആണ്, റിംഗ് കോമ്പൗണ്ട്. അതായത് ഇഫ് എ കോമ്പൗണ്ട് കണ്ടെയ്നിങ് 1 or more than 1 ring, അത് 3 ആയിക്കോട്ടെ, 4 ആയിക്കോട്ടെ, 5 rings എന്തും ആയിക്കോട്ടെ, if it is having a ring with one or more ring, then that type of compounds are called as cyclic compound. എന്താ നമ്മൾ പറയാം? സൈക്ലിക് കോമ്പൗണ്ട്. ഈ സൈക്ലിക് കോമ്പൗണ്ട്സ് നമ്മൾ വെറും ബോണ്ട് ലൈൻ വെച്ചിട്ടാണ് കാണിക്കാം. ഇപ്പൊ സൈക്ലോപെന്റീൻ, നിങ്ങളോട് പറയാം ട്രൂ സൈക്ലോപെന്റീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ മനസ്സിലാവണം 5 കാർബൺ ഉള്ള ആളാണ്. ഒരു കാർബൺ സൈക്ലോ. കണ്ടോ? സൈക്ലോപെന്റീൻ. ഇതിന്റെ അർത്ഥം എന്താ? ഈ ഓരോ വര കാണിക്കുന്നത് കാർബണും തമ്മിലുള്ള ബോണ്ടിങ് ആണ്. ഈ ഓരോ കോർണേഴ്സും കാണിക്കുന്നത് അവിടെ കാർബൺ ആണ്. വെറും കാർബൺ ആണോ? അല്ല. ഈ കാർബൺ ഈ 2 കാർബൺ ആയിട്ട് ബോണ്ട് ചെയ്തു. ബാക്കി 2 ഹൈഡ്രജൻ, ബാക്കി 2 ഹൈഡ്രജൻ. കണ്ടോ? ഇതാണ് സൈക്ലോ കോമ്പൗണ്ട്സിന്റെ ബോണ്ടഡ് റെപ്രസെന്റേഷൻ. ഇനി നിങ്ങളോട് ഇതിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാർബണും ഹൈഡ്രജനും ആണെങ്കിൽ നമ്മൾ അതിന്റെ മുകളിൽ വേറെ എലിമെന്റ്സിന്റെ പേരൊന്നും പറയണ്ടേ. ഇപ്പൊ അവിടെ ഇതിന്റെ കൂടെ വേറെ വല്ല എക്സ്ട്രാ എലിമെന്റ്സും ഉണ്ടെങ്കിൽ we have
അപ്പൊ നമ്മൾ പറഞ്ഞു ഇപ്പൊ നമ്മുടെ കയ്യിൽ കാർബണും ഹൈഡ്രജനും മാത്രമല്ല വേറെ എക്സ്ട്രാ എലിമെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് ചെയ്യണം, അതിനെ നമ്മൾ ആ റിംഗ് സ്ട്രക്ചറിൽ റെപ്രസെന്റ് ചെയ്യണം. ഇപ്പൊ നമുക്ക് സൈക്ലോഹെക്സീനിന്റെ ഹെക്സ് എന്ന് പറഞ്ഞാൽ 6 കാർബൺ ആറ്റം. ഇതാണ് സൈക്ലോഹെക്സീൻ. ഇനി ഇതിന്റെ കയ്യിൽ ഒരു ക്ലോറിൻ ഉണ്ടെങ്കിൽ നമ്മൾ അത് എന്താ കാണിക്കുന്നത്, ഇങ്ങനെയാണ്. ഇതിനെ പറയുന്ന പേരാണ് നമ്മൾ പഠിക്കുന്നതൊക്കെ ക്ലോറോസൈക്ലോഹെക്സേൻ. അപ്പം എക്സ്ട്രാ ആയിട്ട് അവരുടെ കയ്യിൽ ഏതെങ്കിലും ഒരു എലിമെന്റ് എക്സ്ട്രാ പ്രസന്റ് ചെയ്തത്, അതായത് കാർബണും ഹൈഡ്രജനും അല്ലെങ്കിൽ അവരെ നമ്മൾ കാണിച്ചിരിക്കണം. ഇനിയിപ്പോ ചില കേസിൽ ഇങ്ങനെ ഉണ്ടാവും. ഇത് സൈക്ലോഹെക്സനോൾ ഒരു ആൽക്കഹോൾ ആണ്, ബട്ട് ഇറ്റ് ഇസ് ഇൻ സൈക്ലിക് കോമ്പൗണ്ട് ആണ്. അപ്പൊ ഇത് സൈക്ലോഹെക്സനോൾ. അപ്പൊ കേട്ടോ ഓ എക്സ്ട്രാ ആണ്, OH എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് അവരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് നമ്മൾ ആ റിംഗ് സ്ട്രക്ചറിൽ കാണിക്കണം. ഇവരെ പേരൊക്കെ നമ്മൾ പഠിക്കേണ്ട നോമൻക്ലേച്ചർ എടുക്കുക. അപ്പൊ ഇതാണ് മെയിൻലി നമുക്കിവിടെ പറയാനുള്ളത്. എന്താണ് കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല, കണ്ടൻസ് ഫോർമുല, ബോണ്ട് ലൈൻ സ്ട്രക്ചറൽ ഫോർമുല. ഇവിടെയൊക്കെ നമ്മൾ എക്സ്ട്രാ എലിമെന്റ്സ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിരിക്കണം. അപ്പൊ ഇന്ന് ഇത്രയും പഠിച്ചാൽ മതി. ഒന്ന് ടെക്സ്റ്റിലൂടെ ഒന്ന് പോയി നോക്കൂ. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായതെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചു വെക്കണം. മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ കമന്റ്സിലിട്ടോളൂ. ഡൗട്ടൊക്കെ ചോദിക്കൂ. അപ്പോഴേ എനിക്ക് ഡൗട്ട് ക്ലിയറിംഗ് എന്നിട്ട് ഞാൻ വീഡിയോ ചെയ്യാറുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ഡൗട്ടും കൂടെ വെച്ചിട്ട് ഓരോരോ ക്ലാസ്സിൽ ചെയ്യും. അപ്പൊ എന്ത് ഡൗട്ട് ഉണ്ടോ അല്ലെങ്കിൽ ടീച്ചേഴ്സ് തന്ന ക്വസ്റ്റ്യൻസ് അറിയില്ല, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോബ്ലം കണ്ടിട്ട് മനസ്സിലാവില്ല, അതൊക്കെ നിങ്ങൾ കമന്റ്സിലിടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ്സിൽ ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവരും നന്നായി പഠിക്കാം. താങ്ക് യു.